സ്കൂളുള്ള ദിവസത്തെ ഒരു ജഗ പുകയാനായിട്ടാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ലഞ്ച് ബോക്സ് നോക്കാം. അപ്പോൾ ഇന്ന് സ്നാക്സായിട്ട് കൊടുത്തുവിടുന്നത് കുറച്ച് വാട്ടർ ലെമണും കുറച്ച് ആപ്പിളും പിന്നെ കുറച്ച് പേരക്കയും ഒരു 4 ബദാമുമാണ് കേട്ടോ. ഇത് നല്ല ഫില്ലിങ്ങുമായിട്ടും ഇരിക്കും, നല്ല ഹെൽത്തിയുമാണ്. പിന്നെ ഇന്ന് നല്ല ഒരു ലഞ്ചാണ് കേട്ടോ ഇന്ന് മോൾക്ക് കൊടുത്തു വിടുന്നത്. നല്ല റെഡ് ക്യാബേജ് റൈസാണ് കൊടുത്തു വിടുന്നത്. നമ്മുടെ ക്യാബേജ് ഉണ്ടല്ലോ അതിൻ്റെ നീര് വെച്ച് ഉണ്ടാക്കിയ നല്ല അടിപൊളി റൈസാണ് കേട്ടോ. പിന്നെ അതൊരു സ്പൂൺ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂണോളം ബീട്രൂട്ട് തോരൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു എഗ്ഗ് വന്നിട്ട് പുഴുങ്ങി അതും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 3 കക്കരി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ്, ചെറിയ ക്യാരറ്റാണ്ട് തന്നെ ഒരു 5-6 പീസ് അതും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ലഞ്ച് ഇതാ ഇവിടെ റെഡിയായി കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ സൈഡിൽ കഴിക്കാൻ വേണ്ടി ഞാൻ കൊടുക്കുന്നത് കുറച്ച് കട്ടത്തൈരാണ് കേട്ടോ. കുറച്ച് കട്ടത്തൈര് ഒരു പാത്രത്തിലാക്കി അതും കുറച്ച് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്ത് അതും കൂടി കൊടുക്കുകയാണ്. ഇങ്ങനത്തെ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഫില്ലിങ്ങും ആയിട്ടുള്ള ഫുഡ് കുട്ടികൾ കൊടുക്കുമ്പോൾ കഴിക്കും കേട്ടോ. കാര്യം നല്ല കളർഫുള്ളാണല്ലോ, ഇങ്ങനെ കാണുമ്പോൾ ലഞ്ച് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു കളർഫുള്ളായിരിക്കുമല്ലോ. പിന്നെ വാട്ടർ ബോട്ടിൽ വെള്ളവും കൂടി റെഡിയാക്കിയാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ലഞ്ച് ബോക്സ് റെഡിയായി. ഈ ഒരു ലഞ്ച് എനിക്ക് റെഡിയാക്കാൻ വേണ്ടി ഒരു 7:30 മണിയാകുമ്പോഴത്തേക്കും എല്ലാം റെഡിയാവും കേട്ടോ. എന്നിട്ട് പോയി മോളെ വിളിച്ച് റെഡിയാക്കി. അവൾക്ക് ഭയങ്കര കരച്ചിലായിരിക്കും രാവിലെ എണീറ്റ് സ്കൂളിൽ പോകാൻ വേണ്ടി. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പല ഭാവങ്ങളും അവളുടെ മുഖത്ത് വരും, ചിരി വരും, കരച്ചിൽ വരും, എല്ലാം വരും കേട്ടോ. ചെറിയൊരു സന്തോഷമുണ്ട്, എങ്കിലും നല്ല വിഷമമാണ് ആൾക്കുള്ളിൽ. പിന്നെ കുറച്ച് സോപ്പൊക്കെ ഇട്ട് ആളെ ഒന്ന് റെഡിയാക്കിയിട്ട് പിന്നെ നമ്മൾ നേരെ സ്കൂളിലോട്ട് പോവുകയാണ് കേട്ടോ. ചില ദിവസം ഇക്ക കൊണ്ടാക്കും, ചില ദിവസം ഞാൻ തന്നെ പോകണമെന്ന് നല്ല നിർബന്ധമായിരിക്കും. അന്ന് ഞാൻ കൊണ്ടാക്കും കേട്ടോ. ഇക്കാരുടെ അടുത്ത് ഇളയാളെ ഏൽപ്പിച്ചിട്ട് ഞാൻ കൊണ്ടാക്കും. ഇന്ന് ഞാനാണ് കേട്ടോ സ്കൂളിൽ കൊണ്ടാക്കുന്നത്. അപ്പോൾ ആൾക്ക് ഇറങ്ങാൻ സ്കൂളിലോട്ട് പോകാനേ നല്ല മടിയാണ്. പിന്നെ വീണ്ടും വന്ന് കുറച്ച് നേരം എൻ്റെ മടിയിലൊക്കെ ഇടന്നിട്ട് ഇറങ്ങൂല, നല്ല വാശി പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അപ്പോൾ അതൊക്കെ സോപ്പൊക്കെ ഇട്ട് എങ്ങനെയൊക്കെയോ ഇറക്കി റോഡ് വഴി നല്ല കരച്ചിലാണ്, എന്തോ പറഞ്ഞിങ്ങനെ കരയാണ്. പിന്നെ നേരെ അവളെ വല്യാപ്പാരെ വീട്ടിൽ നിന്ന് ഒരു പൂ അവൾക്ക് പറിച്ചു കൊടുക്കും കേട്ടോ. എങ്കിൽ കുറച്ചൊന്ന് റിലാക്സ് ആവും, ആ കരച്ചിലിന് ഒരു ശമനം കാണും. പിന്നെ അങ്ങനെ ഒരു പൂവെല്ലാം പറിച്ച് അവൾക്ക് കൊടുത്ത് വീണ്ടും നമ്മൾ നേരെ സ്കൂളിലോട്ട് പോയി കേട്ടോ. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആൾ കുറച്ച് ഉഷാറാവും. കാര്യം കൂട്ടുകാരെ കാണുമ്പോൾ ഒന്ന് ഹാപ്പി ആവും ആൾ. LKG പഠിക്കുന്ന കുട്ടികളുടെ ഉമ്മമാർക്ക് ഈ ഒരു സീനൊക്കെ മനസ്സിലാവും. കാര്യം എല്ലാവരുടെ വീട്ടിലും ഇതൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ കുറച്ച് വലുതായാൽ ഇതൊന്നും കാണാൻ പറ്റില്ല, പെട്ടെന്ന് അവരിനെ റെഡിയായി പൊയ്ക്കോളും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ഡേ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടാണ്. ഇതാണ് എൻ്റെ രാവിലത്തെ റൊട്ടീൻ എന്ന് പറയണത്, ഈ ഒരു കരച്ചിലും പിണക്കവും എല്ലാം ആയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് കാണാം.